ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ യാഥാർത്ഥ്യമാണെന്നോ മറിച്ചോ ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ വീഡിയോ പൂർണ്ണമായും ഒരു വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. വെൽക്കം ബാക്ക്. ക്യാമറയിൽ പതിഞ്ഞ വിചിത്രവും ഭയാനകവുമായ 7 സ്കെയറി വീഡിയോസ് ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനു മുൻപ് എനിക്ക് പനിയായതുകൊണ്ട് എന്റെ ശബ്ദത്തിലോ അവതരണത്തിലോ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ടിക്ടോക്ക് അക്കൗണ്ടിൽ ഒരു സ്ത്രീ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി 60 ലക്ഷത്തിലധികം കാഴ്ചക്കാരെ അമ്പരപ്പെടുത്തി. ഒരു ദിവസം വീട്ടിലിരുന്ന് അവരുടെ കുട്ടി കളിക്കുന്ന വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. പെട്ടെന്ന് കുട്ടിയുടെ കാലിൽ ആരോ പിടിച്ചു വലിക്കുന്ന പോലെ വിചിത്രമായ രീതിയിൽ ചലിച്ചു. കുട്ടി സ്വയം ആ രീതിയിൽ കാല് ചലിപ്പിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഒരുപാട് വ്യൂവേഴ്സ് കമന്റ് ചെയ്തത്. ഏതോ അദൃശ്യ ശക്തിയാണ് അതിനു പിന്നിലെന്നാണ് അവർ പറയുന്നത്. കുട്ടിയുടെ സുരക്ഷയ്ക്കായി ആ വീട് മാറാനും ഒരുപാട് പേർ കമന്റ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. രാജസ്ഥാനിലെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന 14 വയസ്സുള്ള ഒരു പെൺകുട്ടി വിചിത്രമായി പെരുമാറുന്ന വീഡിയോ ഇപ്പോൾ ട്വിറ്ററിൽ വൈറലാണ്. വളരെ ഡിസ്റ്റർബിംഗ് ആയ ഈ വീഡിയോ വാർഡിലുള്ള മറ്റൊരു പേഷ്യന്റാണ് ക്യാമറയിൽ പകർത്തിയത്. മെന്റൽ കെയറിനായി അഡ്മിറ്റായ പെൺകുട്ടി അന്ന് രാത്രിയിൽ കട്ടിലിൽ കയറി നിന്ന് കൈനീട്ടി വിചിത്രമായ രീതിയിൽ ചലിക്കുന്നതും ഭയാനകമായി അലറുന്നതും കാണാം. വിചിത്രമായ ശബ്ദവും ചലനവും ബോഡി ലാംഗ്വേജും കണ്ടിട്ട് അവൾക്ക് പ്രേതബാധയാണെന്നാണ് കമന്റ്സുകൾ വന്നത്. രണ്ടു തരത്തിലുള്ള അഭിപ്രായം കമന്റ് സെക്ഷനിൽ കാണാം. ഒരു വിഭാഗം പറയുന്നത് ഇതൊരു അമാനുഷ്യ സംഭവമാണെന്നും മറ്റുള്ളവർ പറയുന്നത് ആ കുട്ടിക്ക് മാനസിക രോഗമാണെന്നുമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. മെക്സിക്കോയിൽ വെച്ചാണ് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്തത്. വീട്ടിലിരുന്ന് ഒരു ദിവസം രാത്രിയിൽ അമ്മയും മകളും സാറാ സരിത എന്ന സ്പിരിറ്റ് ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ഇരുട്ടുള്ള മുറിയിലിരുന്ന് സാറാ സരിത എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ കോയിൻസ് എറിയുന്നു. ആദ്യം അമ്മ പ്ലേ ചെയ്യുന്നത് മകളാണ് റെക്കോർഡ് ചെയ്തത്. Sarita, Sarita, ¿mi esposo me es infiel? No, no, no. A ver, Sarita, Sarita, ¿Regina tiene novio? Varios. Tal vez. ¿Varios? Tal vez, Regina, ¿qué onda? A ver, tú pregúntale a... അതിനുശേഷം മകൾ അത് ട്രൈ ചെയ്തപ്പോഴാണ് ഭയാനകമായ ഒരു സംഭവം ക്യാപ്ചർ ആയത്. Sarita, Sarita, tengo novio. Ay, Regina. Tal vez. Sarita, Sarita, ¿alguien de las que sabe tiene envidia? Como por... Ay, Regina, ¿la tiras que sí? ¿La quieres aventar hasta la otra cuadra? Sarita, Sarita, ¿alguien de la escuela me tiene envidia? Tal vez. Tal vez. ¿Qué pasó?
¿Qué pasó? ¿Qué pasó? ¿Qué pasó? No mames, Regina. ¿Qué pasó? Cállate. ¿Qué pasó? Te juro que es una mano. ¿Qué pasó? ¿Qué pasó? ¿Qué pasó? ¿Qué pasó? No mames, Regina. ¿Qué pasó? Cállate. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കൈ ആ കുട്ടിയുടെ ഷോൾഡറിന് മുകളിൽ പൊങ്ങി വന്നു. അത് കണ്ട അമ്മ പേടിച്ചു ചാടി അലറി നിലവിളിക്കുന്നു. വീട്ടിൽ ഞാനും മകളും ഒറ്റയ്ക്കായിരുന്നെന്ന് അമ്മ ഉറപ്പിച്ചു പറയുന്നു. സാറയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നതിൽ അവർ സക്സീഡ് ആയെന്നാണ് കമന്റ്സുകൾ വന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? Tal vez. ¿Qué pasó? ¿Qué pasó? Te juro que es una mano. ¿Qué pasó? അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള സ്കേറി ഗോസ്റ്റ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഭയാനകമായ ഈ വീഡിയോ പങ്കുവച്ച വ്യക്തി പറയുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ ബേസ്മെന്റിൽ നിന്നും വിചിത്രമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നെന്നാണ്. എന്നാൽ കൃത്യമായി ബേസ്മെന്റിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ വീണ്ടും ആ ശബ്ദം കേട്ടു. ഇത്തവണ കൂടുതൽ ഉച്ചത്തിലാണ് അത് കേട്ടത്. ബേസ്മെന്റിൽ ആരുമില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഫോണും കയ്യിലെടുത്ത് അതെന്താണെന്നറിയാൻ അയാൾ താഴേക്കിറങ്ങി. അവിടെ കണ്ട കാഴ്ച അയാളെ നടുക്കിക്കളഞ്ഞു. Oh my! What are you doing there? Who are you? I got you good. Oh yes, you did. You got my heart good. തന്റെ മകൾ പിന്നിൽ നിന്നത് കണ്ട് പെട്ടെന്ന് അയാൾ ഞെട്ടിപ്പോയി. അതവൾ പ്രാങ്ക് ചെയ്തതാണെന്ന് സ്വാഭാവികമായും മനസ്സിലാവും. എന്നാൽ ഭയാനകമായ കാര്യം എന്തെന്നാൽ മുകളിൽ വന്നപ്പോൾ ആ ബോൾ സ്വയം അയാളെ എറിഞ്ഞു എന്നതാണ്. ബേസ്മെന്റിൽ പ്രേതബാധയുണ്ടെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അവിടെയുള്ള പാവകളെല്ലാം നീക്കം ചെയ്യണമെന്നും ഒരുപാട് പാവകൾ ദുരാത്മാക്കളെ ആകർഷിക്കുമെന്നുമാണ് കമന്റ്സുകൾ വന്നത്. ടിക്ടോക്ക് യൂസേഴ്സിനെ അമ്പരപ്പെടുത്തിയ ഒരു വൈറൽ വീഡിയോയാണ് അടുത്തത്. ഒരു ചർച്ചിനുള്ളിൽ വെച്ചാണ് ഭയാനകമായ ഈ സംഭവം ക്യാപ്ചർ ആയത്.
ഇടനാഴിയിലൂടെ ഒരു വിചിത്രമായ നിഴൽ രൂപം കടന്നുവരുന്നു. അകത്തുള്ള ജനങ്ങൾ അത് കണ്ട് അമ്പരന്ന് നിൽക്കുന്നു. എന്നാൽ ഇതൊരു എഡിറ്റിംഗ് വർക്കാണെന്നും കമന്റ്സുകളുണ്ട്. അങ്ങനെ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും ആ വീഡിയോ ശ്രദ്ധേയമാവുകയാണ്. അതൊരു അമാനുഷ്യ സംഭവമായി കാണുന്നവർ ഒരു വശത്തും തട്ടിപ്പായി കാണുന്നവർ മറുവശത്തും. ജൂലിയോ ലോപ്പസ് എന്നയാൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വഴി ഒരു സ്കേറി വീഡിയോ ഷെയർ ചെയ്തു. വെളുത്ത നൈറ്റ് ഗൗൺ ധരിച്ച ഒരു പ്രേതരൂപം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ക്യാമറയിൽ ക്യാപ്ചറായി. കാലുകൾ പിന്നോട്ട് തിരിച്ച് മുഖമില്ലാത്ത ഒരു സ്ത്രീരൂപം നടന്നു പോകുന്നത് കാണാം. പുരുഷന്മാരെ വശീകരിച്ച് വനത്തിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുന്ന ലാ സിഗ്വപ്പ എന്ന അർബൻ ലെജൻഡായാണ് അതിനെ കണക്കാക്കുന്നത്. ജനുവരി 31 രാത്രിയിൽ അലക്സ് എന്നയാൾ വീടിന്റെ റൂഫിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ദുരൂഹമായി തോന്നിയതുകൊണ്ട് തന്നെ അയാൾ അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചത് ഇതാണ്. പുറത്തിറങ്ങിയ അയാൾ ഷെഡിനുള്ളിലേക്ക് എന്തോ പാഞ്ഞു കയറുന്നത് കണ്ടു. ഒട്ടും സമയം കളയാതെ അയാൾ ഡോറടച്ച് ലോക്കാക്കി. അകത്തുള്ളത് എന്തായാലും അതൊരു സാധാരണ ആളല്ല എന്ന് മനസ്സിലാക്കിയ അലക്സ് ഷെഡ് നിരീക്ഷിക്കാനായി ഒരു സെക്യൂരിറ്റി ക്യാമറ സ്ഥാപിച്ചു. പിന്നീട് സംഭവിച്ചത് ഇതാണ്. അല്പസമയം കഴിഞ്ഞ് ഡോർ സ്വയം തുറന്നു, എന്തിനോ പുറത്തു പോകാനുള്ള പോലെ. അതിനുശേഷം ഡോർ സ്വയം അടയുകയും സ്വയം ലോക്കാവുകയും ചെയ്തു. അലക്സ് അകത്തു കയറി നോക്കിയപ്പോൾ ഉള്ളിൽ ആരും തന്നെ ഇല്ല. സോ എല്ലാം അവസാനിച്ചുവെന്നാണ് അയാൾ അപ്പോൾ കരുതിയത്. എന്നാൽ ശരിക്കും അതൊരു തുടക്കമായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ട അലക്സ് കണ്ടത് ഇതാണ്. Esa es mi perra, una de mis perras. He estado llorando afuera, que quiere entrar, pero algo está extraño. Y te voy a decir por qué. Déjame que te muestre esto. Esto es una locura. Lady. Mi perro ha estado adentro. Mi perro ha estado adentro del garage por las últimas 3 horas.
ഡോറിന് മുന്നിൽ ഒരു നായ ഇരിക്കുന്നു. അതിനെ കാണാൻ അലക്സിന്റെ വീട്ടിലെ നായയെ പോലെ തന്നെ ഉണ്ട്. എന്നാൽ അത് നിശ്ചലമായി വാല് പോലും ആട്ടാതെ വിചിത്രമായി പെരുമാറുന്നു. എന്നാൽ ഭയാനകമായ കാര്യം എന്തെന്നാൽ ഇതേ സമയം തന്നെ അലക്സിന്റെ നായ അയാളുടെ ഗ്യാരേജിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് പുറത്തിരുന്നത് അലക്സിന്റെ നായയെ പോലെ രൂപം ധരിച്ച മറ്റെന്തോ ആയിരുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ തന്റെ വീട്ടിലേക്ക് ഒരു സ്കിൻ വാക്കർ കയറുവാൻ ശ്രമിക്കുകയാണോ എന്ന് അയാൾ ഭയപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം തന്നെ പാരാനോർമൽ സ്പെഷ്യലിസ്റ്റുകളെ അലക്സ് തന്റെ വീട്ടിലെത്തിച്ചു. അവിടെ ഒരു അമാനുഷ്യ ശക്തിയുടെ സാന്നിധ്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിനെ ഒഴിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ വരവ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ആ ദിവസം രാത്രിയിൽ അലക്സ് വീണ്ടും ആ വിചിത്രമായ ശബ്ദം കേട്ടു. അങ്ങനെ പുറത്തിറങ്ങിയ അലക്സ് പിന്നീട് കണ്ടത് ഇതാണ്. Apuntan a ese lugar y al corral. Dicen que mi casa está protegida, que Lady está bien, pero que hay algo en esa zona. Y sinceramente no sé qué decirte. Se siente esto un poco mejor. Desde que vinieron, vino también un priest a limpiar. Pero el puto sonido de nuevo vino. ¡Qué mierda! Lady. Hasta Lady tiene miedo. Y esa vibración o ese sonido siempre viene de un mismo lugar, que es por acá atrás, que es lo que yo les he mostrado anteriormente, pero no veo muy bien, es de noche y... ¿Hay algo? ¿Hay algo ahí o qué? No veo. Let's go, let's go, let's go. Corre, Lady, corre, 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 mamá. Vamos a la casa. Adentro, adentro. ഒരു നീണ്ട കറുത്ത രൂപം എത്തി നോക്കുന്നത് വീഡിയോയിൽ കാണാം. അത് പുറത്തേക്ക് വന്നപ്പോൾ ഭയന്നുപോയ അലക്സ് ജീവനും കൊണ്ടോടി വീട്ടിൽ കയറി. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോയ്ക്ക് 500 ലൈക്ക് കിട്ടിയാൽ ഇതിന്റെ അടുത്ത പാർട്ട് എത്രയും വേഗം ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.